എന്താ പേര്? ബാബു. എത്ര നാളായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? 3 വർഷം കഴിഞ്ഞ്. 3 വർഷം കഴിഞ്ഞു. നമ്മുടെ കട എത്ര മണിക്കാണ് തുറക്കുന്നത്? രാവിലെ 5:30 തുറക്കും. അടയ്ക്കുന്നതോ? 12 മണിക്ക്. 12 മണി. നമ്മുടെ കടയിൽ എന്തെല്ലാം വിഭവങ്ങളുണ്ട്? ഒരുപാട് വിഭവങ്ങളുണ്ട്. ഒന്ന് വിശദീകരിക്കാവോ? ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, കല്ലുമ്മക്കായുണ്ട്, കണവയുണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. പിന്നെ ഊണുണ്ട്. നമ്മുടെ 70 രൂപ ഊണ്. മീൻ വറുത്തത്, മീൻ കറി 70 രൂപയാണ് അത് കൊടുക്കുന്നത്. പാഴ്സൽ 70 രൂപയാണ്. പിന്നെ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ബിരിയാണി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഓർഡർ പ്രകാരം. അതേപോലെ സഹായത്തിനൊക്കെ ആരെങ്കിലും ഉണ്ടോ? സഹായത്തിന് 6 പേരുണ്ട്. 6 പേരുണ്ട്. ഓ, അത് ജോലിക്കാരായിട്ടാണ്? ജോലിക്കാരായിട്ട്. അല്ലാതെ ആരുമില്ല. അല്ലാതെ ഞാനും എൻ്റെ വീട്ടുകാരി, എൻ്റെ മോനും, ഞങ്ങൾ 3 പേര്. ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി? എനിക്ക് സ്റ്റേഷനിൽ കടയായിരുന്നു. ജംഗ്ഷനിൽ എനിക്ക് എൻ്റെ കട കത്തിച്ച് കളഞ്ഞ് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് മാറി കട തുടങ്ങിയതാണ്. അങ്ങനെ കട കത്തിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗതി ഇല്ലാതിരുന്നപ്പോഴാണ് ഈ വീട്ടുകാർ വിളിച്ച് പറഞ്ഞ് ഇവിടെ ചെയ്യുമെന്നും പറഞ്ഞ് താൻ അങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള ഇവിടെ ഞങ്ങൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, അല്ലാതെ അതിനകത്ത് കെമിക്കലോ അല്ലാതെ അതിനകത്ത് വേറെ ഒരു സാധനവും ഇല്ല. വേറൊരു സാധനം എന്ന് പറയുമ്പം അതിനാമുട്ട എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ കളർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എപ്പോഴും എനി ടൈം തുറന്ന് കിടക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ബ്രില്യൻ്റാണ്. ബാക്കിയുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ അതിനാമുട്ട ചേർത്താലേ ഫുഡ് വൃത്തിയാകത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന. കളർ ചേർത്താലും കളർ ഉണ്ടെങ്കിലേ ഇപ്പോൾ ആൾക്കാർക്ക് സാധനം മതി. പക്ഷേ ഇതിൻ്റെ ദൂഷ്യത്തെ പറ്റി ആൾക്കാർക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഇവിടെ ആ ഒരു സാധനമില്ല. അതെന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് നോക്കാം, ആർക്ക് വേണമെങ്കിലും നോക്കാം. അത് ഞങ്ങളുടെ ഇവിടെ എല്ലാം ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ എല്ലാം പൊടിച്ച് വെച്ചിരിക്കുക. ഞങ്ങളുടെ തന്നെ സാധനം മേടിച്ചുകൊണ്ട് വന്ന് പൊടിച്ച് വെച്ചാണ് ഇതെല്ലാം വിതരണം ചെയ്യുന്നത്. അല്ല പൊടിച്ചിട്ട് അതാണ് ഞങ്ങൾ കറിക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങളും ഇവിടെ തന്നെ കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ, എൻ്റെ വീട്ടുകാർ, ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേര് ഇവിടെ തന്നെ ആ കഴിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ വീട്ടിൽ സെപ്പറേറ്റ് ഉണ്ടായി കഴിക്കുകയല്ല. അതേപോലെ നമ്മുടെ കടയിൽ വരുന്ന ആൾക്കാരുടെ സഹകരണം എങ്ങനെയുണ്ട്? 90% നല്ല സഹകരണമോ? 90%. 10% എന്തായാലും വരില്ല. എന്നാലും അവർ അത്രയും കുഴപ്പമില്ല. എന്നാലും 90% നമുക്ക് നല്ല വിജയമാണ്. അതേപോലെ തന്നെ ഇപ്പം പൊറോട്ട കടയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ബീഫ്, അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉള്ള ഓർഡറൊക്കെ ഉണ്ടോ? ഉണ്ട്. വീട്ടിലുള്ള ഓർഡറുണ്ട്. നാളെ എനിക്ക് കുറച്ച് ബിരിയാണിക്ക് ഓർഡറുണ്ട്, മറ്റന്നാളുണ്ട് ബിരിയാണിക്ക് ഓർഡർ. പിന്നെ അത് സന്ധ്യയ്ക്ക് കൊടുക്കേണ്ടതല്ല. ഞായറാഴ്ച വല്ല അവധി ഉണ്ടോ? അവധിയില്ല. ഒരു ദിവസം പോലും അവധിയില്ല. അതാണല്ലോ നമ്മുടെ വിജയം. ഒരു ദിവസം പോലും അവധിയില്ല. അവധി എടുക്കാൻ പിന്നെ ഈ ഹെൽത്തുകാരൊക്കെ വന്ന് കയറി അത് കൊള്ളത്തില്ല, ഇവിടെ കൊള്ളത്തില്ലെന്ന് അവർ വന്ന് നോക്കി. ഇവിടെ ഒന്നും പറയാൻ ഇതുവരെ 2-3 പ്രാവശ്യം വന്ന് കയറി ഇവിടെ വരെ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല. നമ്മൾ അതേക്കൂട്ടി ചെയ്തുകൊണ്ട് പോയാൽ 3 പ്രാവശ്യം വന്ന് കയറി ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു പ്രാവശ്യം വന്ന് കയറിയപ്പോൾ വെള്ളത്തിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ എല്ലാം റെഡിയാക്കിയിട്ട് ചെയ്താൽ മതി. അത് കൂട്ട് തന്നെ അവർ പറഞ്ഞു വിട്ട് 1.25 ലക്ഷം രൂപ ചിലവാക്കി വെള്ളം എന്തോ നാട്ടിട്ടിരിക്കുന്നു. അതും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യലായിട്ടെന്ന് പറയുന്നത് ഇത് കല്ലുമ്മക്കായും അതെല്ലാം പറഞ്ഞ് ഞണ്ടും കൊഞ്ചും ഐറ്റം എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ അത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. നമ്മൾ ചെയ്ത് വെച്ചേക്കുമല്ല. ഇപ്പോൾ വന്ന് ഓർഡർ തരുവാണെങ്കിൽ കക്കായാലും ഞണ്ടായാലും കൊഞ്ചായാലും മറ്റായാലും ഓർഡർ തന്നാൽ കരിമീനെല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. സാധനം എല്ലാം ഫ്രീജിനകത്തുണ്ട്. പക്ഷേ അത് ഓർഡർ തന്നാലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. ഓർഡർ ചെയ്ത് ഇവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഓർഡർ ഇല്ലെങ്കിൽ ചെയ്താൽ പണി പാളും. നമ്മുടെ ഈ കട നിൽക്കുന്നതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയാമോ? നമ്മുടെ ഓച്ചിറയിൽ നിന്ന് 5 കിലോമീറ്റർ ആയിരത്തി ജംഗ്ഷൻ വരെ പോകേണ്ട വേലപ്പ ജംഗ്ഷൻ. ഫ്രിഡ്ജിന് നമ്മുടെ പാലത്തിന് താഴ്വശം. കരുനാഗപ്പള്ളി ഇന്ന് വരുമ്പോൾ പടിഞ്ഞാറോട് വരുവാണെങ്കിൽ വലിയ ചെറിയഴിക്കൽ വന്ന് ആയിരത്തി പാലം നേരെ താഴോട്ട്. വലിയ അഴിക്കൽ വരുവാണ്. വലിയ അഴിക്കലാണെങ്കിൽ പിന്നെ അഴീക്കൽ വന്നിട്ട് നേരെ പാലത്തിന് താഴ്വശം. മധുരപ്പള്ളി ഹോട്ടലിലെ സ്പെഷ്യൽ ഐറ്റം അൽഫഹാം ടേസ്റ്റ് ചെയ്ത് നോക്കി ഇവർ കൂട്ടുന്ന കൂട്ടിലെ ആ രുചി എടുത്തറിയാനുണ്ട്.
മാത്രമല്ല VIP ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഐറ്റം ഫുഡുകളും ഇവിടെയും കിട്ടും. ഇതുവഴി വരുന്നവരൊക്കെ ഇവിടെ കയറി ഫുഡുകൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുതിയ രുചിവിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.